പണ്ട് ചൈനയിൽ ജങ്കുക്ക് എന്ന് പേരുള്ള ഒരു വലിയൊരു സമ്പന്നം ജീവിച്ചിരുന്നേട്ടോ. പിന്നെ മൂപ്പർക്ക് കുറെ ആപ്പിൾ തോട്ടം മുന്തിരിത്തോട്ടം ഒക്കെ സ്വന്തമായിട്ടുണ്ടായിനെ. പിന്നെ അത് മാത്രല്ല മൂപ്പർക്ക് എന്ത് പറഞ്ഞാലും കേൾക്കുന്ന കുറെ ശിങ്കരന്മാരുണ്ടായിട്ടോ. അങ്ങനെയൊക്കെ ഒരു ദിവസം നമ്മളെ ജങ്കുക്കേ മൂപ്പര് ശിങ്കിടികളിൽ ഒരാളെ ഷാങ്ചിനായിട്ട് വിളിച്ച് എന്നിട്ടാണ് പറഞ്ഞു, ഇജി നമ്മളെ ആപ്പിൾ തോട്ടത്തിക്കാണ് ചെന്നാടേ കുറച്ച് നല്ല ആപ്പിളായിട്ട് പറിച്ചോണ്ടെന്നാ മധുരല്ലാത്ത ഒന്നുപോലും ഉണ്ടാവരുത് കേട്ടോ, നാളെ കുറച്ച് ഗസ്റ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്, ഓൽക്ക് കൊടുക്കാനുള്ളതാണ് നമ്മളെ ജങ്കുക്കാണ്ട് പറഞ്ഞു. ഇതാണ്ട് കേട്ടപ്പോ നമ്മളെ ഷാങ്ചിലെ ഒരു കൊട്ടേൻ്റെ എടുത്താണ്ട് ആപ്പിൾ തോട്ടത്തിക്കാണ്ട് പാഞ്ഞ്. അങ്ങനെ ആപ്പിൾ തോട്ടത്തിലാണ്ട് എത്തിയപ്പോൾ നമ്മളെ ഷാങ്ചിക്ക് ആകെ കൺഫ്യൂഷനായി. അല്ല എങ്ങനെ ഇപ്പൊ ഇത് ഈ ആപ്പിൾ ഇങ്ങനെ നോക്കിയാണ്ടായി മധുരം ഉള്ളതാണോ മധുരം ഇല്ലാത്തതാണോ എന്ന് ഇങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ ഷാങ്ചി എന്ത് ചെയ്തെന്നോ, ഒരു ആപ്പിളാണ്ട് പറിക്കും, എന്നിട്ട് അത് കടിച്ചു നോക്കിയിട്ട് മധുരം ഉണ്ടോ നോക്കും. അങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറിച്ചു നോക്കി കടിച്ചു നോക്കി മധുരം ഉണ്ടോക്കി അങ്ങനെ കൊട്ടയിൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയേ. അങ്ങനെ കൊട്ടയുണ്ട് ഫുള്ളായപ്പോൾ നമ്മളെ ഷാങ്ചി ആ കൊട്ട എടുത്താണ്ട് നമ്മളെ ജങ്കുക്കിന്റെ മുന്നിലാണ്ട് കൊണ്ടുവച്ചു. ഇതാണ്ട് കണ്ടപ്പോൾ നമ്മൾ ജങ്കുക്കാണ്ട് പറഞ്ഞു, അല്ല ഷാങ്ചിയേ ഈ ആപ്പിൾ മേലക്കാരോ കടിച്ചിക്കണല്ലോ എന്നാണ് പറഞ്ഞത്. അതാണ്ട് കേട്ടപ്പോ നമ്മളെ ഷാങ്ചിയോട് പറഞ്ഞു, നിങ്ങളല്ല മൊയിലാളിയെ പറഞ്ഞത് മധുരമുള്ള ആപ്പിൾ മാത്രം പഠിച്ചോണ്ടിരാന്, അപ്പൊ മധുരം ഉണ്ടോ എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കടിച്ചു നോക്കിയതാണ് എന്നാണ് പറഞ്ഞത്. ഇതോട് കേട്ടപ്പോ നമ്മളെ ജങ്കുക്ക് അന്തം വിട്ട് കുന്തം പോയ പോലെയാണ് നിന്ന്. ഈ കഥയിൽ ഒരു ഗുണപാടുണ്ട്, അതെന്താന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യേ. ഒരു കമന്റ് എന്തായാലും പിൻ ചെയ്യും. അപ്പൊ എല്ലാവരും കമന്റ് ഇടുക. പിന്നെ 1K സബ്സ്ക്രൈബേഴ്സ് പോലും ഈ ചാനലിനായിട്ടില്ല. അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ടുമോറോ തന്നെ വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ.